ഉം. നിങ്ങളൊരു ഭൂപടത്തിലേക്ക്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ മാപ്പിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? കുറേ നീലവരകൾ കാണാം, അല്ലേ? അതെ, വളരെ കൃത്യമാണ്. ഒരു മെഡിക്കൽ എക്സ്റേയിലെ നമ്മുടെ ഞരമ്പുകൾ കാണുന്നത് പോലെ വളരെ ലളിതമായി തോന്നിയേക്കാം. കിഴക്ക് മലകളിൽ നിന്ന് തുടങ്ങുന്നു, പിന്നെ പടിഞ്ഞാറ് കടലിൽ അവസാനിക്കുന്നു. ഉം, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് തോന്നും. അതെ. പക്ഷേ ആ നീലവരകൾ വെറും ചാലുകളല്ല. കേരളം എന്ന ഈ ഭൂപ്രദേശത്തിന്റെ ചരിത്രവും അതുപോലെ സംസ്കാരവും നമ്മുടെ അതിജീവനവും എല്ലാം തീരുമാനിക്കുന്നത് ആ ഒഴുക്കുകളാണ്. തീർച്ചയായും. അപ്പൊ ഈ വിഷയത്തിലുള്ള നമ്മുടെ ഈ വിശദമായ ഒരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് വെറും ഒരു പേരുകളുടെ ലിസ്റ്റ് അല്ല കേട്ടോ. അതെ, നമ്മൾ കുറച്ചുകൂടി ആഴത്തില് കാര്യങ്ങൾ നോക്കാൻ പോവാണ്. കറക്റ്റ്. പർവ്വതങ്ങളിൽ നിന്ന് ആരംഭിച്ച് അറേബ്യൻ സീയിൽ അവസാനിക്കുന്ന നദികളുടെ യാത്രയും അവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന ജൈവ വൈവിധ്യവും ഒക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ PSC പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്ന കുരുക്ക് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡീപ്പ് ഡൈവ് കഴിയുമ്പോൾ ആ മാപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക വെറും വരകളായിരിക്കില്ല, മറിച്ച് ജീവിക്കുന്ന, ശ്വസിക്കുന്ന ഒരു വലിയ ഭൂമിശാസ്ത്ര എഞ്ചിനായിരിക്കും. തീർച്ചയായും. ആ 2 ഡയമെൻഷണൽ ചിത്രത്തിൽ നിന്ന് നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡ് അതുപോലെ ലോഞ്ചിറ്റ്യൂഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ സവിശേഷമാണ്. ഒരു വശത്ത് ഉയർന്ന പശ്ചിമഘട്ടവും മറുവശത്ത് സമുദ്രവും. അതെ, ആ കിടപ്പാണ് നമ്മുടെ ജലസ്രോതസ്സുകളുടെ സ്വഭാവം തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അടിസ്ഥാന കാര്യം വ്യക്തമാക്കാം. എന്താണ് ഒരു നദി? അതൊരു നല്ല ചോദ്യമാണ്. എല്ലാം നദികളല്ലല്ലോ. കറക്റ്റ്. 1974 കേരള സർക്കാർ വിജ്ഞാപന പ്രകാരം ഒരു 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നാം നദികൾ എന്ന് വിളിക്കുന്നത്. അതായത് 15 കിലോമീറ്ററിൽ താഴെയുള്ളവയെ നമ്മൾ തോടുകളെന്നോ അരുവികളെന്നോ കണക്കാക്കൂ, അല്ലേ? അതെ. അപ്പോൾ ഈ കൃത്യമായ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകെ 44 നദികളാണുള്ളത്. ഇതിന്റെ ഒരു വിതരണം വളരെ രസകരമാണ് കേട്ടോ. എങ്ങനെയാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഈ 44 നദികളിൽ 41 പർവ്വതങ്ങളിൽ നിന്നുദ്ഭവിച്ച് വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകി അറേബ്യൻ സീയിൽ പതിക്കുന്നവയാണ്. ഓക്കെ. അപ്പൊ ബാക്കി 3 ബാക്കി വരുന്ന 3 നദികൾ മാത്രം തികച്ചും വ്യത്യസ്തമായി ഈസ്റ്റ്, അതായത് കിഴക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. നമുക്കിതൊന്ന് വിശദമായി നോക്കാം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കാൻ ആദ്യം ഏറ്റവും വലിയ നദികളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. വലിയ നദികളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. കേരളത്തിലെ നദികളിൽ പെരിയാറാണല്ലോ എപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഒഴുക്കിന്റെ വഴി? പെരിയാർ 1ാം സ്ഥാനത്ത് നിൽക്കാൻ പ്രധാന കാരണം അതിന്റെ നീളം തന്നെയാണ്. 244 കിലോമീറ്ററാണ് പെരിയാറിന്റെ ആകെ നീളം. 244 കിലോമീറ്റർ. അതെ. തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇടുക്കി, പിന്നെ എറണാകുളം എന്നീ ജില്ലകളിലൂടെ ഒഴുകി ഒടുവിൽ വേമ്പനാട് കായലിലാണ് ഇത് ചെന്ന് പതിക്കുന്നത്. നീളം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പോഷക നദികളും ഉണ്ടാകുമല്ലോ. ഉണ്ട്. നമ്മളൊരു പ്രധാന നദിയെ വലിയൊരു ഹൈവേയായി കണ്ടാൽ അതിലേക്ക് വന്നു ചേരുന്ന ചെറിയ റോഡുകളാണ് ഈ പോഷക നദികൾ. കറക്റ്റ്. മുല്ലയാർ, മുതിരപ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. ഇതിൽ മുല്ലയാറാണോ ആദ്യം ചേരുന്നത്? അതെ, മുല്ലയാറാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷകനദി. അതായത് നീളം കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് കൈവഴികളിൽ നിന്നും ഈ മെയിൻ നദിയിലേക്ക് വലിയ അളവിൽ വെള്ളം ഒഴുകിയെത്തുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ തന്നെയല്ലേ? ശരിയാണ്. ആ ജലസമൃദ്ധി കൊണ്ടായിരിക്കണം കേരളത്തിന്റെ ജീവരേഖ അഥവാ ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് പെരിയാറിനെ വിളിക്കുന്നത്. 100% ശരിയാണ്. ആ ജലസമൃദ്ധി തന്നെയാണ് പെരിയാറിനെ സവിശേഷമാക്കുന്നത്. ഏറ്റവും കൂടുതൽ ജലമുള്ളതുകൊണ്ട് തന്നെ ഈ ജലത്തെ അണക്കെട്ടുകൾ വഴി കെട്ടിനിർത്തി ജലവൈദ്യുതി നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ നദിയും ഇതാണ്. അതെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളുമുള്ളത് പെരിയാറിലും അതിന്റെ പോഷക നദികളിലുമാണ്. പരീക്ഷകളിൽ ഈ ഡാമുകളുടെ പേരും നദികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ടല്ലേ? സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോ ഈ ഡാമുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരീക്ഷാവീക്ഷണത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്.
പെരിയാറിലെ അണക്കെട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ ശൃംഖലയാണ്. ഏതൊക്കെയാ മെയിൻ ഡാമുകള്? മുല്ലപ്പെരിയാർ, ഇടുക്കി, ആർച്ച് ഡാം, ചെറുതോണി, കുളമാവ്, കുണ്ടള, മാട്ടുപെട്ടി, അതുപോലെ ഭൂതത്താൻകെട്ട്. ഒരുപാടുണ്ടല്ലോ. അതെ, ഇടമലയാർ, ലോവർ പെരിയാർ, ചെങ്കുളം, പൊന്മുടി, ഇരട്ടയാർ, ആനയിറങ്ങൽ, കല്ലാർകുട്ടി തുടങ്ങിയവയെല്ലാം പെരിയാർ നദീവ്യൂഹത്തിൽ വരുന്ന പ്രധാന അണക്കെട്ടുകളാണ്. ഇതില് തന്നെ ഇടുക്കി ഡാം വളരെ പ്രത്യേകതയുള്ളതാണല്ലോ അല്ലേ? അതെ, രണ്ട് വലിയ പാറക്കെട്ടുകൾക്കിടയിൽ, അതായത് കുറവൻ കുറത്തി മലകൾക്കിടയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കമാനാകൃതിയിലുള്ള ഡാമാണിത്. നമ്മൾ ആർച്ച് ഡാം എന്ന് പറയും. ആ, ഭൂപ്രകൃതി അവിടെ അത്തരമൊരു നിർമ്മിതിക്ക് വളരെ അനുയോജ്യമാണ്. പെരിയാർ വൈദ്യുതി തരുന്ന ഒരു പവർ ഹൗസ് ആണെന്ന് മനസ്സിലായി. എന്നാൽ നീളത്തിൽ രണ്ടാമതുള്ള ഭാരതപ്പുഴയുടെ കഥ കുറച്ചുകൂടി വ്യത്യസ്തമല്ലേ? അതെ, 209 കിലോമീറ്റർ നീളമുള്ള ഭാരതപ്പുഴ കേരളത്തിന്റെ നൈൽ എന്നാണിത് അറിയപ്പെടുന്നത്. ഓഹോ, കേരളത്തിന്റെ നൈൽ. പെരിയാർ ഊർജം തരുന്ന ജീവരേഖയാണെങ്കിൽ ഭാരതപ്പുഴ സാംസ്കാരിക കേരളത്തിന്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കേരളത്തിന്റെ ആ ഒരു ചരിത്രവും സാഹിത്യവും എല്ലാം വികസിച്ചത് നിളയുടെ തീരങ്ങളിലാണ് അല്ലേ? കറക്റ്റ്. കലകളും കാർഷിക പാരമ്പര്യവുമെല്ലാം ഏറ്റവും കൂടുതൽ വികസിച്ചത് നിള എന്നുകൂടി വിളിക്കുന്ന ഈ ഭാരതപ്പുഴയുടെ തീരങ്ങളിലാണ്. ഇതിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ് ഇതിന്റെ പ്രധാന പോഷക നദികൾ. പെരിയാറിൽ ജലവൈദ്യുത പദ്ധതികൾക്കാണ് മുൻതൂക്കമെങ്കിൽ ഭാരതപ്പുഴയിൽ എന്താണ് കൂടുതൽ? അവിടെ ഏറ്റവും കൂടുതലുള്ളത് ജലസേചന പദ്ധതികളാണ്, അതായത് കൃഷിക്ക് വേണ്ടിയുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചതും ഭാരതപ്പുഴയിലാണ്. ഈ ഉരുക്ക് തടയണ അല്ലെങ്കിൽ ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഇടുക്കി ഡാം പോലെയുള്ള ഒരു സാധാരണ ഡാമും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണത്. ഇടുക്കി പോലെയുള്ള വലിയ ഡാമുകൾ വെള്ളത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തി വലിയൊരു തടാകം അല്ലെങ്കിൽ റിസർവോയർ സൃഷ്ടിക്കുന്നു. ശരി. എന്നാൽ ഒരു ചെക്ക് ഡാം അങ്ങനെയല്ല. നദിയുടെ ഒഴുക്കിന്റെ വേഗത കുറയ്ക്കാനും മണ്ണൊലിപ്പ് തടയാനും സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭജല വിതാനം ഉയർത്താനും വേണ്ടി നദിക്കു കുറുകെ നിർമ്മിക്കുന്ന ചെറിയൊരു തടയണയാണിത്. അതായത് വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തുകയല്ല, മറിച്ച് ഒഴുക്കിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അതെ, കൃഷിക്കും ജലസേചനത്തിനും ഇത് വളരെ സഹായകമാണ്. അത് വളരെ വ്യക്തമായി. അപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള പമ്പയോ? പമ്പയ്ക്ക് 176 കിലോമീറ്ററാണ് നീളം. ഇടുക്കിയിലെ പീരുമേടിലുള്ള പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വെമ്പനാട് കായലിൽ പതിക്കുന്നു. പമ്പ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നാണല്ലോ. അതെ, പെരിയാറും ഭാരതപ്പുഴയും കഴിഞ്ഞാൽ പമ്പ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭഗീരഥി എന്നും ഇതിനു പേരുണ്ട്. ഇതിന്റെ പ്രാചീന നാമം എന്തായിരുന്നു? ബാരീസ് എന്നായിരുന്നു. അച്ചൻകോവിലാർ, കല്ലാർ, കക്കിയാർ, അഴുതയാർ, മണിമലയാർ എന്നിവയാണ് ഇതിന്റെ പോഷക നദികൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത എന്താണെന്നാല് പമ്പ വെറുമൊരു നദി മാത്രമല്ല എന്ന് തോന്നുന്നു. അതെ, ദേശീയ സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക കേരള നദിയാണ് പമ്പ. അതൊരു പ്രധാന PSC പോയിന്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മൂന്ന് നദികളും ഒരു ശരീരത്തിലെ പ്രധാന രക്തക്കുഴലുകൾ പോലെയാണ്. വടക്ക്, മധ്യ, തെക്കൻ കേരളത്തിന്റെ സംസ്കാരത്തെയും കൃഷിയെയും താങ്ങി നിർത്തുന്ന മൂന്ന് പ്രധാന ധമനികൾ. അതാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു രസകരമായ പോയിന്റിലേക്ക് വരാം. 44 നദികളിൽ 41 വെസ്റ്റ് ദിശയിലേക്ക്, അതായത് പടിഞ്ഞാറ് കടലിലേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞു. അതെ. എന്തുകൊണ്ട് ബാക്കി 3 നദികൾ മാത്രം വിപരീത ദിശയിൽ, അതായത് ഈസ്റ്റിലേക്ക് ഒഴുകുന്നു? ഇത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണല്ലോ. പശ്ചിമഘട്ടത്തിന്റെ സ്വാധീനമാണോ ഇതിനു പിന്നിൽ? കൃത്യമായി പറഞ്ഞാൽ ഭൂപ്രകൃതിയുടെ ചരിവ് തന്നെയാണ് ഇതിന് കാരണം. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾക്ക് പടിഞ്ഞാറോട്ട് ഒഴുകാൻ കഴിയില്ല. അവിടെ മലനിരകൾ അവർക്ക് തടസ്സമാണല്ലോ. അതെ, അതുകൊണ്ട് ഭൂമിയുടെ ചരിവനുസരിച്ച് അവർ കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് ആ 3 നദികൾ. കിഴക്കോട്ടൊഴുകുന്നവയിൽ ഏറ്റവും വലുത് ഏതാണ്? അത് കബനിയാണ്. ആകെ 240 കിലോമീറ്റർ നീളമുണ്ട്. അതിൽ 56.6 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലുള്ളത്. എവിടെ നിന്നാണത് ഉത്ഭവിക്കുന്നത്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്കൊഴുകി കാവേരി നദിയിലാണിത് ചേരുന്നത്. നമ്മുടെ ഈ കുറുവദ്വീപൊക്കെ ഇതിലാണോ? അതെ,
കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും ബാണാസുരസാഗർ അണക്കെട്ടുള്ളതും ഈ കബനി നദിയിലാണ്. അപ്പോൾ കബനി വടക്ക് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്നു. ബാക്കി രണ്ട് നദികൾ തെക്ക് ഭാഗത്താണല്ലോ. അതെ, ഭവാനിയും പാമ്പാറും കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ്. ഭവാനി എവിടെ കൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്. പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നവയിൽ ഏറ്റവും ചെറുത്. ആകെ 31 കിലോമീറ്റർ നീളം. അതിൽ 25 കിലോമീറ്റർ കേരളത്തിൽ. ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഇടുക്കിയിലെ ബെൻമൂർ എന്ന സ്ഥലത്തുനിന്ന് ഉത്ഭവിക്കുന്നു. ഇതിന്റെ ഉത്ഭവസ്ഥാനത്ത് ഇത് തലയാർ എന്നാണ് അറിയപ്പെടുന്നത്. മറയൂർ ചന്ദനക്കാടുകളിലൂടെയൊക്കെ ഒഴുകുന്നത് ഇതാണോ? അതെ, മറയൂർ ചന്ദനക്കാടുകളിലൂടെയും ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെയും ഒഴുകുന്ന നദിയാണിത്. തൂവാനം വെള്ളച്ചാട്ടവും പാമ്പാറിലാണ്. ഈ ദിശ മാറിയുള്ള ഒഴുക്ക് പാരിസ്ഥിതികമായി വലിയൊരു മാറ്റമുണ്ടാക്കുന്നുണ്ടല്ലോ. കാരണം പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ മഴയെ പൂർണ്ണമായും ആശ്രയിച്ചാണ് ഒഴുകുന്നത്. കറക്റ്റ്. മഴക്കാലത്തവ വളരെ ശക്തിയോടെ ഒഴുകും. എന്നാൽ ഈ ഈസ്റ്റ് ഫ്ലോയിങ് നദികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അതെ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ ഒരു സവിശേഷത അവ അറേബ്യൻ കടലിലേക്ക് നേരിട്ട് പതിക്കുന്നതെന്നതാണ്. എന്നാൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ പശ്ചിമഘട്ടത്തിന്റെ റെയിൻ ഷാഡോ റീജിയൻസിലൂടെയാണ് ഒഴുകുന്നത്. ഒരു നിമിഷം, എന്താണ് ഈ റെയിൻ ഷാഡോ അല്ലെങ്കിൽ മഴനിഴൽ പ്രദേശമെന്ന് കൃത്യമായൊന്ന് വിശദീകരിക്കാമോ? അതൊരുപക്ഷെ പലർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. തീർച്ചയായും. സമുദ്രത്തിൽ നിന്ന് ഈർപ്പം വഹിച്ചുകൊണ്ടുവരുന്ന മോൺസൂൺ കാറ്റുകൾ ആദ്യം വന്ന് ഇടിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ്. ഓക്കെ. ആ വലിയ മലനിരകളിൽ തട്ടി ആ കാറ്റ് ഉയരുകയും അവിടെ വെച്ച് തന്നെ ഘനീഭവിച്ച് വലിയ മഴയായി പെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മഴ പെയ്ത് തീർന്നതിന് ശേഷം ആ കാറ്റ് മല കടന്ന് കിഴക്ക് ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അതിൽ ഈർപ്പമൊന്നും ബാക്കിയുണ്ടാകില്ല, അല്ലേ? അതെ. അതുകൊണ്ട് ആ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ വളരെ കുറവായിരിക്കും. ഒരു മരത്തിന്റെ നിഴൽ വീഴുന്നതുപോലെ മഴ കിട്ടാത്ത ആ പ്രദേശത്തെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നത്. വളരെ ക്ലിയറായി. അപ്പോ ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ഭവാനിയും പാമ്പാറുമൊക്കെ തികച്ചും വ്യത്യസ്തമായ വരണ്ട കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ വരണ്ട ഇലപൊഴിയും കാടുകൾ ഇതിനൊരു ഉദാഹരണമാണ്. ഭൂമിശാസ്ത്രപരമായ ഈ വ്യത്യാസങ്ങൾ നദികളിലെ ജീവജാലങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത് അതിശയകരമാണ്. അപ്പോൾ ജൈവ വൈവിധ്യത്തിന്റെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തില് കേരളത്തിൽ ഏത് നദിക്കാണ് മുൻതൂക്കം? അവിടെയാണ് ചാലക്കുടിപ്പുഴയുടെ പ്രസക്തി. നീളത്തിൽ 5ാം സ്ഥാനത്താണ് ചാലക്കുടിപ്പുഴ. അതായത് 145.5 കിലോമീറ്റർ. എവിടെ നിന്നാണിത് തുടങ്ങുന്നത്? ആനുമലയിൽ നിന്നുത്ഭവിച്ച് എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലൂടെയൊഴുകി കൊടുങ്ങല്ലൂർ കായലിലാണിത് പതിക്കുന്നത്. ഇതിന്റെ ആ ഒരു ബയോഡൈവേഴ്സിറ്റി എത്രത്തോളമുണ്ട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുമുള്ള നദിയാണിത്. അതായത് മറ്റേത് നദിയേക്കാളും കൂടുതൽ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളെ ഈ നദിയിൽ കാണാം. നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇതിലാണോ? അതെ, അതിരപ്പിള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നീ പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങളും ഇവിടെയാണ്. ചാലക്കുടിപ്പുഴയെക്കുറിച്ച് പറയുമ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ ലേക്ക് ഉള്ളത് ഈ ചാലക്കുടിപ്പുഴയിലാണെന്ന് PSC പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. ഒരു സാധാരണ തടാകം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓക്സ്ബോ ലേക്ക്? ചാലക്കുടിപ്പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ആ ഏക ഓക്സ്ബോ തടാകമുള്ളത്. ഇതൊരു ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസമാണ്. അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരു പാമ്പ് ഇഴയുന്നത് പോലെയാണ് നദികൾ സമതലങ്ങളിൽ ഒഴുകുക. അവ ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ടാക്കും. എന്നാൽ വൻതോതിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സമയത്ത് വെള്ളത്തിന്റെ ശക്തി കാരണം നദി ആ വളവുകളിലൂടെ പോകാതെ ആ വളവിനെ മുറിച്ചു കടന്ന് നേരെ ഒരു പുതിയ വഴിയിലൂടെ ഒഴുകിത്തുടങ്ങും. അപ്പോ ആ പഴയ വളവോ? അങ്ങനെ വരുമ്പോൾ ആ പഴയ ഒഴുക്കിന്റെ ഭാഗമായിരുന്ന യു ആകൃതിയിലുള്ള വളവ് പ്രധാന നദിയിൽ നിന്നും ഒട്ടപ്പെടുകയും അതൊരു വൃത്താകാരമായ സ്വതന്ത്രമായ ഒരു തടാകമായി മാറുകയും ചെയ്യും. ഇതാണ് ഓക്സ്ബോ ലേക്ക്. കാളവണ്ടിയുടെ നുകത്തിന്റെ ആകൃതിയുമായി ഇതിന് സാമ്യമുള്ളതുകൊണ്ടാണ് ഓക്സ്ബോ എന്ന് വിളിക്കുന്നതല്ലേ? കറക്റ്റ്. വാ, പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ. ഇനി വന്യജീവി സങ്കേതങ്ങളും നദികളും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് പരിശോധിക്കാം. പരീക്ഷകളിൽ ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതെ, കൃത്യമായി മാച്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുള്ള ഒരു രസകരമായ കോഡുണ്ട്. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ.
അതോർക്കാൻ 6 കണ്ണുള്ള ചീങ്കണ്ണി എന്ന് ഓർക്കാൽ മതി. ആ കോഡ് വളരെ രസകരമാണ്. പെട്ടെന്ന് ഓർമ്മ നിൽക്കും. ബാക്കിയുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ബവാലിപ്പുഴയാണ്. തൃശൂരിലെ ചിമ്നി വന്യജീവി സങ്കേതത്തിലൂടെ കുറുമാലിപ്പുഴയും പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലൂടെ മണലിപ്പുഴയും ഒഴുകുന്നു. ഇതെല്ലാം ഓരോ സങ്കേതത്തിന്റെയും ജീവനാഡിയാണല്ലേ? അതെ. ഇനി തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ നെയ്യാറിനെക്കുറിച്ച് തീർച്ചയായും പറയണം. അതെ, തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന നദിയാണല്ലോ നെയ്യാർ. 56 കിലോമീറ്റർ നീളമുള്ള നെയ്യാർ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നുദ്ഭവിച്ച് അറേബ്യൻ സീയിൽ പതിക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദി എന്ന പ്രത്യേകത ഇതിനുണ്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശവപ്രതിഷ്ഠ നടത്തിയത് ഈ നദീതീരത്താണല്ലോ. കറക്റ്റ്. 1888-ല്. അതുമാത്രമല്ല, കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കുള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും ഈ നെയ്യാറിലാണ്. നമ്മൾ പർവ്വതങ്ങളിൽ നിന്ന് തുടങ്ങി നദികളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഈ നദികളൊക്കെ കടലിലെത്തുന്നതിനു മുൻപ് സംഗമിക്കുന്ന ചില വലിയ മഹാജലാശയങ്ങളുണ്ട്. ഈ വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഭൂരിഭാഗവും കടലിലെത്തുന്നതിന് മുൻപ് വലിയ കായലുകളിലാണ് പതിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വേമ്പനാട് കായൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ കായലല്ലേ ഇത്? അതെ, 96 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ 3 ജില്ലകളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. പെരിയാറും പമ്പയുമൊക്കെ ഇതിലാണല്ലോ പതിക്കുന്നത്. അതെ, കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന നദികളും ഒഴുകിയെത്തുന്നത് ഈ വലിയ ജലാശയത്തിലേക്കാണ്. ഈ വേമ്പനാട് കായലിനെ ചുറ്റിപ്പറ്റി മനുഷ്യനിർമ്മിതമായ ചില പ്രധാന ഘടനകളും ഉണ്ടല്ലോ. അതിൽ പെരുമ്പളം പാലം, പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അതെ. പക്ഷേ ഈ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ്? രണ്ടും വെള്ളം തടയാൻ തന്നെയല്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും രണ്ടും പ്രവർത്തിക്കുന്നത് തികച്ചും വിപരീത ലക്ഷ്യങ്ങൾക്കാണ്. അതെങ്ങനെ? കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിൽ 1955-ൽ നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അമിതമായ മഴക്കാലത്ത് കായലിൽ വെള്ളം കൂടുമ്പോൾ ആ വെള്ളം വേഗത്തിൽ കടലിലേക്ക് ഒഴുക്കിവിടാനാണ് സ്പിൽവേ ഉപയോഗിക്കുന്നത്. ഓക്കേ, അപ്പം വെള്ളം കളയാനാണ് സ്പിൽവേ. അപ്പൊ തണ്ണീർമുക്കം ബണ്ടോ? 1975-ൽ നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ട് നേരെ തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വേനൽക്കാലത്ത് കായലിൽ വെള്ളം കുറയുമ്പോൾ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കായലിലേക്ക് കയറി കുട്ടനാട്ടിലെ കൃഷി നശിക്കാൻ സാധ്യതയുണ്ട്. അത് തടയാനാണോ ബണ്ട്? അതെ. ആ ഉപ്പുവെള്ളം അകത്തേക്ക് കയറുന്നത് തടയാൻ വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച തടയണയാണ് തണ്ണീർമുക്കം ബണ്ട്. സ്പിൽവേ വെള്ളം പുറത്തേക്ക് വിടാൻ, ബണ്ട് ഉപ്പുവെള്ളം അകത്ത് കയറാതിരിക്കാനും. വളരെ കൃത്യമായ വ്യത്യാസം. ഇതൊരു പരീക്ഷാ ചോദ്യമായി വന്നാൽ ഇനി ആർക്കും തെറ്റില്ല. വേമ്പനാട് കായൽ കൂടാതെ കേരളത്തിലെ ചില പ്രധാന ഉൾനാടൻ ജലാശയങ്ങളുടെ അഥവാ ഇൻലൻഡ് വാട്ടർ ബോഡീസിന്റെ ഒരു ലിസ്റ്റ് കൂടിയുണ്ടല്ലോ. അതെ. PSC പരീക്ഷകൾക്കായി കേരളത്തിലെ 7 ഉൾനാടൻ ജലാശയങ്ങളെ നമ്മൾ വടക്കുനിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ കൃത്യമായി ഓർത്തുവെക്കേണ്ടതുണ്ട്. അതേതൊക്കെയാണ്? 1. ഏറ്റവും വടക്ക് കണ്ണൂർ ജില്ലയിലെ കവ്വായി കായൽ. 2. കോഴിക്കോട് ജില്ലയിലെ അകലപ്പുഴ. 3. തൃശൂർ ജില്ലയിലെ മൂരിയാട്. ഓക്കെ, 3 എണ്ണമായി. 4. തൃശൂർ, എറണാകുളം ജില്ലകളിലായി കിടക്കുന്ന ഏനമാക്കൽ മനക്കൊടി. 5. അതും തൃശൂർ, എറണാകുളം ജില്ലകളിലായുള്ള കൊടുങ്ങല്ലൂർ വരാപ്പുഴ. 6. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. ഒടുവിൽ ഏറ്റവും തെക്ക് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ. നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നദികളിലൂടെയും കായലുകളിലൂടെയും വലിയൊരു യാത്ര ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ശ്രോതാക്കൾക്കായി ഒരു മെന്റൽ ടേബിൾ നിർമ്മിക്കാനും. അതൊരു നല്ല ഐഡിയയാണ്. ഇതൊരു സാധാരണ ചോദ്യോത്തര വേളയല്ല. പരീക്ഷാ ഹാളിൽ കണ്ണടച്ചാൽ കൃത്യമായ ഓർമ്മകൾ വരുന്ന ഒരു ക്ലിയർ ടേബിൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ വസ്തുതകൾക്ക് പിന്നിലെ ചെറിയ കഥകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിതൊന്ന് വേഗത്തിൽ റിവിഷൻ ചെയ്യാം. തയ്യാറല്ലേ? പൂർണ്ണമായും തയ്യാർ. തുടങ്ങിക്കോളൂ. ആദ്യത്തെ വരി നിങ്ങളുടെ ടേബിളിൽ എഴുതുക. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി, അതുപോലെ ഏറ്റവും ചെറിയ നദി, ഇത് രണ്ടും ഒന്നാണോ? അതെ, അത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. നീളം വെറും 16 കിലോമീറ്റർ മാത്രം. ഇത് എവിടെയാണ് പതിക്കുന്നത്? കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലിലാണിത് പതിക്കുന്നത്. ഇതിന് മറ്റൊരു പേരുകൂടിയുണ്ട്, തലപ്പാടിപ്പുഴ.
ഇനി അടുത്ത വരിയിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി, അതായത് ഡീപ്പസ്റ്റ് റിവർ, വെള്ളത്തിന്റെ അളവല്ല, ആഴമാണ് ചോദിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന കുപ്പം നദിയാണ്. കേരളത്തിലെ മറ്റു നദികളേക്കാൾ ഈ നദിക്ക് സ്വാഭാവികമായ ആഴം കൂടുതലാണ്. കേരളത്തിലെ മഞ്ഞ നദി അല്ലെങ്കിൽ യെല്ലോ റിവർ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാഴിപ്പുഴയാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതും എന്നാൽ കുറച്ച് സങ്കടകരവുമായ ഒരു വസ്തുതയാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? ഇതിനൊരു കാരണവും ഉണ്ടായിരിക്കുമല്ലോ. കല്ലായിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. മുൻകാലങ്ങളിൽ കല്ലായി മരവ്യവസായത്തിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു. മരത്തടികൾ ഒഴുക്കിക്കൊണ്ടുവരുന്നത് സായം പുഴയെ നശിപ്പിച്ചതിന്റെ ഉദാഹരണമാണ് കല്ലായി. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഒരുപാട് അതിർത്തികൾ കടക്കുന്ന നദി. അത് മൂവാറ്റുപുഴയാറാണ്. എറണാകുളം, കോട്ടയം, ഇടുക്കി തുടങ്ങി ഏറ്റവും കൂടുതൽ ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നദിയാണിത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ഏതാണ്? പുഴയിൽ നിന്ന് സ്വർണം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കൗതുകമല്ലേ? തീർച്ചയായും അത് ചാലിയാർ നദിയാണിത്. ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ആ കുന്നുകളിലെ പാറകളിൽ അടങ്ങിയിട്ടുള്ള സ്വർണത്തിന്റെ അംശങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ച് പുഴയിലെ മണലിൽ കലരുന്നതാണ് ഇതിന് കാരണം. ഇത് എവിടെയാണ് കടലിൽ ചേരുന്നത്? ഒടുവിൽ ഇത് ബേപ്പൂരിൽ വെച്ച് അറേബ്യൻ സീയിൽ പതിക്കുന്നു. പ്രശസ്തമായ കുഞ്ഞാലുമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ ചാലിയാർ നദിയിലാണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ ഭൂപടത്തിൽ കാസർഗോഡ് ജില്ലയെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയേത്? ചന്ദ്രഗിരി പുഴ. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് കേട്ടോ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ഈ നദി അറിയപ്പെടുന്നതെന്നാണ് വിശ്വാസം. വളരെ രസകരം. ഇനി ചില പുസ്തകങ്ങളും നദികളും തമ്മിലുള്ള ബന്ധമാണ്. ടേബിളിന്റെ അവസാന ഭാഗം അരുന്ധതി റോയിയുടെ ലോകപ്രശസ്തമായ പുസ്തകം ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി. അത് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന മീനച്ചലാറാണ്. ആ പുസ്തകത്തിലെ പ്രധാന കഥാപശ്ചാത്തലം തന്നെ ഈ നദിയും അതിന്റെ തീരങ്ങളുമാണ്. വില്യം ലോഗന്റെ പ്രശസ്തമായ ചരിത്ര പുസ്തകം മാലബാർ മാനുവലിൽ പറയുന്ന നദിയോ? കോഴിക്കോടുള്ള കോരപ്പുഴയാണത്. എസ് കെ പൊറ്റക്കാട്ടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട നദി. ഇരുവഞ്ഞിപ്പുഴ മുക്കം പട്ടണത്തിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ആ പുസ്തകം വായിച്ചവർക്ക് ഇരുവഞ്ഞിപ്പുഴയുടെ സൗന്ദര്യം കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കും. അവസാനമായി ഒരു ചോദ്യം കൂടി. മദർ തെരേസ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? അച്ചൻകോവിലാറ്. നമ്മൾ നേരത്തെ പറഞ്ഞ പമ്പയുടെ ഒരു പ്രധാന പോഷക നദിയാണിത്. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്നത് ഈ അച്ചൻകോവിലാറാണ്. വളരെ മികച്ചൊരു റിവിഷനായിരുന്നു അത്. ആ ടേബിൾ എല്ലാവരുടെയും മനസ്സിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ നദികൾ വെറും വെള്ളമൊഴുകുന്ന വഴികൾ മാത്രമല്ല എന്ന് വ്യക്തമാകുന്നു, അല്ലേ? ഒരിക്കലുമല്ല. അവ കേരളത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന സാംസ്കാരികവും പാരിസ്ഥിതികവുമായ വലിയ രക്തധമനികളാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ മാപ്പിലെ വരകളുടെ കാര്യമോ? അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഭൂപടത്തിലെ ആ വരകളുണ്ടല്ലോ, അവ വെറുതെ ഉണ്ടായതല്ല. ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും, സമുദ്രത്തിൽ നിന്നുള്ള മോൺസൂൺ മഴയുടെ സ്വഭാവവും, പശ്ചിമഘട്ടത്തിന്റെ ഉയരവും എല്ലാം ചേർന്നാണ് ഈ ഭൂപ്രകൃതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്നവർ മഴനിഴൽ പ്രദേശങ്ങളിൽ തികച്ചും വ്യത്യസ്തമായൊരു പുതിയ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്നവ നമ്മുടെ കേരളത്തിന്റെ കൃഷിയെയും സംസ്കാരത്തെയും താങ്ങി നിർത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. നമ്മൾ ദിവസവും കാണുന്ന, പലപ്പോഴും അവഗണിച്ചു പോകുന്ന ഈ പുഴകൾക്കു പിന്നിൽ പ്രകൃതി ഇത്രയും വലിയൊരു എഞ്ചിനീയറിംഗ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് കാര്യം. ഈ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു പുതിയ ചിന്ത കൂടി ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. പറയൂ. നദികൾ പ്രകൃതിയെ മാത്രമല്ല, മനുഷ്യന്റെ ചരിത്രത്തെയും അതിർത്തികളെയും നിർണയിച്ചിട്ടുണ്ട് എന്നോർക്കുക. പണ്ടുകാലത്ത് മനുഷ്യർ യാത്ര ചെയ്യാനും രാജ്യങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കാനും ഈ നദികളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നോർക്കുക. അതൊരു പോയിന്റാണ് കേട്ടോ. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ യു ആകൃതിയിലുള്ള ചന്ദ്രഗിരിപ്പുഴ, അതൊരു കാലത്ത് വടക്കൻ കേരളത്തിൽ കോലത്തുനാടിനും തുളുനാടിനും ഇടയിലുള്ള ഒരു കൃത്യമായ അതിർത്തിയായിരുന്നു. ഈ നദിക്ക് അപ്പുറവും ഇപ്പുറവും വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളുമാണുണ്ടായിരുന്നത്. ഭൂമിശാസ്ത്രം എങ്ങനെ ചരിത്രത്തെ നിർവചിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അതൊരു ഒന്നാന്തരം പോയിന്റാണ്.
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എക്സ്റേ അനാലോജിയിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. ഇനി നിങ്ങൾ കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് നോക്കുമ്പോൾ അതിലെ ആ നീലവരകൾ വെറുതെ കാണുകയല്ല വേണ്ടത്. അതെ, വെറും ചാലുകളല്ല എന്നോർക്കുക. ആ നദിയുടെ ഒരു ചെറിയ ഗതിമാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സ്ബോ ലേക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ഭൂമിയിലുണ്ടാകുന്നൊരു ചെറിയ മാറ്റം എത്ര വലിയ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്കാണ് നൂറ്റാണ്ടുകളായി കാരണമാകുന്നത് എന്ന് ചിന്തിക്കുക. തീർച്ചയായും അത് വലിയൊരു തിരിച്ചറിവാണ്. PSC പരീക്ഷയ്ക്കുള്ള ഉത്തരങ്ങൾക്കപ്പുറം നമ്മുടെ സ്വന്തം നാടിന്റെ ജീവനാഡികളെക്കുറിച്ചുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് ഈ വിഷയത്തെ കൂടുതൽ രസകരമാക്കും. അതെ, ഈ അറിവുകൾ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് നേടാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുപാടിനെയും പ്രകൃതിയെയും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്കുറപ്പാണ്. ആ ഒരു മനോഹരമായ ചിന്തയോടെ നമുക്ക് ഈ പഠനയാത്ര ഇവിടെ അവസാനിപ്പിക്കാം. കേരളത്തിന്റെ നദികളിലൂടെയും അണക്കെട്ടുകളിലൂടെയുമുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ അറിവുകളുടെ പുതിയൊരു തലവുമായി മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. എക്കാലവും ഈ നദികളെപ്പോലെ നിങ്ങളുടെ അറിവുകളും ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. താങ്ക് യു.